ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾക്ക് ഇന്ന് ഹാഫ് ഡേ ലീവ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാനുണ്ട്, ലച്ചുണ്ട്, കണ്ണനുണ്ട്, പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ട്. ഞങ്ങളിവിടെ ചെന്നൈയിലുള്ള വടപളനിയുള്ള വിജയമണിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു രക്ഷയില്ല, വേറെ വൈബാണ് കേട്ടോ. വന്നായ ആംബിയൻസ് ആണ് ഇവിടെ. അത് നമ്മളങ്ങനെ PVR പലാസയിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദിലീപേട്ടൻ്റെ സിനിമ പ്രിൻസ് കാണാം എന്നുള്ള ഉദ്ദേശത്തിലാണ് മെയിനായിട്ട് വന്നത്. ഇപ്പം ഞങ്ങൾ അകത്ത് കയറി സിനിമയൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊള്ളാം, നല്ല കോമഡി സെന്റിമെന്റ്സും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പടം. അത്യാവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ അവിടെ സിനിമയൊക്കെ കണ്ട് പുറത്തിറങ്ങി മൊത്തത്തിൽ എല്ലാം ഒന്ന് കറങ്ങി ഒന്ന് കണ്ട്. കുറേ നാളായി ഇവിടെ വന്നിട്ട്, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക നൊസ്റ്റാൾജി ഉണ്ട് ഇവിടെ, അത് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ കണ്ണന് കാർ ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ണന് കാർ ഓടിപ്പിച്ചു കുറച്ചു നേരം. അതിലങ്ങനെ റൗണ്ട് അടിച്ച്. പിന്നെ ഞാൻ പറഞ്ഞ നൊസ്റ്റാൾജി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊരു 5-8 വർഷം മുമ്പ് ഞാനും ലച്ചും പ്രണയിച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അങ്ങനത്തെ ഒരു നൊസ്റ്റ അടിച്ചു ഇവിടെ വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം കറങ്ങി, ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. അങ്ങനെ ആളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അറിയില്ല, സമയം പോണതേ അറിയില്ല അല്ലേ. അങ്ങനെ കുറച്ചു നേരം കണ്ണൻ്റെ ഫോട്ടോയും ലച്ചുവിൻ്റെ ഫോട്ടോയും എല്ലാവരുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളവിടെ അടുത്ത് തന്നെയുള്ളൊരു മലയാളി ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നൈയിൽ വന്നിട്ട് നല്ല കേരള ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നല്ലൊരു ഹോട്ടൽ തപ്പി അങ്ങനെ ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. ഫുഡ് വരാനുള്ള ഒരു കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ ഇപ്പോൾ. അതുപോലെ തന്നെ ഞാനും പ്രവീണും ഒരു ചിക്കൻ റൈസും അൽഫാമും ഓർഡർ ചെയ്തു. ഏറ്റവും രഞ്ജിതായും കൂടെ ഒരു ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും കൂടെ ഓർഡർ ചെയ്തു. പക്ഷേ ബീഫ് ബിരിയാണി ഞങ്ങൾ പറ്റിച്ചു കേട്ടോ. നമ്മളിവിടെ ചെന്നൈയിൽ ബീഫ് ബിരിയാണി കിട്ടുന്ന പോലത്തെ, അതായത് ചിക്കൻ റൈസ് മാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബീഫ് കറി ഇട്ടിട്ട് ഞങ്ങൾക്ക് ബീഫ് ബിരിയാണി എന്നും പറഞ്ഞ് തന്നു. അതിന് വേണ്ടി ചെറിയൊരു കച്ചറയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ കാലമായിട്ട് പറ്റുന്നൊരു അമളിയാണ് ഞങ്ങൾക്ക്. എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണെന്ന് ശരി, ഭക്ഷണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എടുത്ത് നമ്മൾ പാത്രത്തിലോട്ട് ഇട്ട് കഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വേണം കഴിച്ചു വെക്കാനായിട്ട്. കാരണം വേറൊന്നുമല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച സാധനം ആയിരിക്കില്ല കിട്ടണമെന്ന്. ഇത് എടുത്ത് പാത്രത്തിലിട്ട് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവർക്ക് തിരിച്ചു കൊടുത്താൽ ഇവർ എടുക്കുമല്ലോ, നമുക്ക് വെറുതെ നമ്മുടെ പൈസയും പോകും. അങ്ങനെ ഒരു അമളി ഞങ്ങൾക്ക് ഇപ്പോൾ പറ്റി. ബീഫ് ബിരിയാണി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു.